ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളിലെ പൈത്തൺ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പരിശോധിക്കാം. ഒരു വശത്തിൻ്റെ നീളം നൽകിയാൽ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം താഴെ നൽകിയിട്ടുണ്ട്. അതിലെ ഒരു ലൈൻ ചേർത്തിട്ടില്ല, ആ ലൈൻ കൂടി ചേർത്തുകൊണ്ട് ഈ പ്രോഗ്രാം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ലെങ്ത് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ ലെങ്ത്. ഇപ്പോൾ ലെങ്ത് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻപുട്ട് നമുക്ക് ലഭിക്കും. അത് ഈ പ്രോഗ്രാം റൺ ചെയ്താൽ എൻ്റർ ദ ലെങ്ത് എന്നുള്ളത് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ് ഇവിടെ ചേർത്തിട്ടില്ല, അതാണ് ഇവിടെ നമുക്ക് ചേർക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. അതിനാദ്യമായി നമുക്ക് ഈ ഐഡലി പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ തുറക്കണം. അതിന് IDLE എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഷെൽ വിൻഡോയാണ്, പൈത്തൺ ഷെൽ വിൻഡോ. ഈ ഷെൽ വിൻഡോയിലല്ല നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് ഫയൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ എഡിറ്റിംഗ് വിൻഡോ നമുക്ക് ലഭിക്കുകയാണ്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ആ പ്രോഗ്രാം അതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ലെങ്ത് അടുത്തതായി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. നമുക്കിവിടെ പ്രിൻ്റ് ഏരിയ എന്നുള്ളതിൽ കാണാം. ഏരിയ എന്നുള്ളതാണ് അവിടുത്തെ വേരിയബിൾ. ഈ വേരിയബിൾ നമുക്കിവിടെ കൊടുക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ എന്താണ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഈ കൊടുക്കാൻ പോകുന്ന വാല്യൂ ഡെസിമൽ പോയിൻ്റ് വരുന്ന വാല്യൂ അല്ലാത്തതിനാൽ ഇൻറ്റ് എന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ ചേർക്കുകയാണ്. ഇൻറ്റ് എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കുന്ന പോയിൻ്റ് വാല്യൂസ് അല്ല, പോസിറ്റീവോ നെഗറ്റീവോ സീറോ ഒക്കെ ഉള്ള നമ്പറുകളാവാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻറ്റിന് ശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ലഭിച്ചിരിക്കുന്ന വാല്യൂ ലെങ്ത് എന്ന് പറയുന്ന വാല്യൂ, അതിന് വേരിയബിളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ആ ലഭിച്ചിരിക്കുന്ന കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് ലെങ്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ലെങ്ത് ഇൻറ്റുവിന് സ്റ്റാർ മാർക്കാണ്. ഷിഫ്റ്റ് 8 നക്കി കഴിഞ്ഞാൽ ആ ഷിഫ്റ്റ് ഇൻറ്റു മാർക്ക് നമുക്കവിടെ ലഭിക്കും. വീണ്ടും ഏരിയ എന്നത് അതേ സൈഡ് ഇൻറ്റു അതേ സൈഡ് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇൻറ്റ് ലെങ്ത് എന്ന് കൊടുക്കുന്നു. നമ്മുടെ വിട്ടുപോയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ ചേർത്ത് കഴിഞ്ഞു. ഇനി പ്രിൻ്റ് ചെയ്യാനുള്ള ആ ഒരു സെൻറ്റൻസ് ആണ് ചേർക്കേണ്ടത്. ഈ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് ടെക്സ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് എന്താണോ അത് അതേപോലെ തന്നെയാണ് അവിടെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നത്. പ്രിൻ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് നമ്മൾ ചേർത്തതിന് ശേഷം കോമ ഇടുകയാണ്. ഇനി അതിൻ്റെ വാല്യൂ ആണ് ഏരിയ എന്നുള്ള ആ ഒരു വേരിയബിൾ. ഈ ഏരിയ എന്താണ് എന്നുള്ളത് മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോഡക്റ്റാണ് ലഭിക്കുന്നത്, ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ അതാണ് ഇനി പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യം ഏരിയ എന്നുള്ള ഒരു ടെക്സ്റ്റ് കാണിക്കും, അതിനുശേഷം ഏരിയയുടെ വാല്യൂ കാണിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സേവ് ചെയ്യണം. സേവ് ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ _ square.py എന്ന പേരിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൺ ചെയ്യുമ്പോൾ തന്നെ സേവ് ചെയ്യാനായിട്ട് ചോദിക്കും. അതുകൊണ്ട് റൺ മൊഡ്യൂൾ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ പ്രോഡക്റ്റ് അത് സോഴ്സ് സേവ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമിലേക്ക് പോവാം. ഹോമിനുള്ളിലുള്ള exam 10 പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ _ എന്ന് നൽകി സേവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഷെൽ വിൻഡോയിലേക്ക് എൻ്റർ ദ ലെങ്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് സൈഡിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഏരിയ 25 എന്ന് കാണാം. ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്ത് സേവ് ചെയ്യുന്നത്. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.